എനിക്ക് ഇപ്പോഴുള്ള എന്നെ തന്നെയാണ് ഇഷ്ടം. എന്തിനാ അതൊക്കെ സിനിമയിലെ ക്യാരക്ടേഴ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്വാപ്പ് വിത്ത് സംബഡി. ഐ ആം വെരി ഹാപ്പി വിത്ത് ഹു ഐ ആം. ഇപ്പോൾ ഈ ഫിലിം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്യാരക്ടറായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മൾ വേറെ ഏതൊരു പേഴ്സൺ, ചിലപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സ് വേറെ ഏതൊരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്യുമ്പോൾ ഇതെൻ്റെ ക്യാരക്ടറാണല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഇത് ദേജാവ് അടിക്കാറുണ്ട്. അത് ക്യാരക്ടറല്ല, ചില സീനുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ദേജാവ് വരാറുണ്ട്. ഇവിടെ ഈ സംഭവം ഇത് എവിടെയോ നമ്മൾ ഇപ്പം ഹ്യൂമർ ആണെങ്കിൽ പോലും ഇതേ ഹ്യൂമർ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതേ സാധനം നമ്മുടെ ഇപ്പം നീന ചെയ്യുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ഓഫീസ് മീറ്റിംഗ് ഞാൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് ഓഫീസ് മീറ്റിംഗ് ആണത്. ഞാൻ അങ്ങനെയാണ് ഇരിക്കാറ്. ഞാൻ ടേബിളിൽ ചാരിയിരിക്കും. ഞാൻ സാറിനോട് ചോദിക്കും ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ. കാരണം അത് നമുക്ക് അതൊരു ദേജാവു ആണ്. കാരണം ഞാൻ ഒരുപാട് എൻ്റെ ടീം മീറ്റിങ്സ് അതേപോലെ വിനയ് പണിക്കർ ചെയ്ത പോലെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യും. ചില ഏരിയാസ് നമുക്ക് കണക്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പല ക്യാരക്ടേഴ്സ് ഐ ലവ് ഹ്യൂമർ. അപ്പം പല ഹ്യൂമറുകളും നമ്മുടെ ലൈഫിൽ സംഭവിച്ചുള്ള പല ഹ്യൂമറുകളും സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം അതൊക്കെ പിന്നെയും കാണുമ്പോൾ നമ്മൾ ആ ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ആസ് എൻ ആക്ടർ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അല്ല ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ പല ആക്ടേഴ്സ് കണ്ടിട്ടുണ്ട്, അവർ പ്രിപ്പയർ ചെയ്യും, അതിലേക്ക് മാറി അങ്ങനെയൊക്കെ വരും. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തു, ഇപ്പോൾ ഞാൻ വാഴയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടോ എന്നെ വിടും, നാളെ പടക്ക റിലീസാണ്, പടക്കളത്തിൻ്റെ തലേന്നും ഞാൻ അഭിനയിക്കും. എന്നിട്ട് ചോദിക്കുക നാളെ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. തലയിൽ മൊത്തം നാളെ എത്ര തിയേറ്ററുണ്ട്, ഇത് എങ്ങനെയാണ് ക്യൂബിൻ്റെ പൈസ അടയ്ക്കണം, അത് ഇതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആടിൻ്റെ ഷൂട്ടിൻ്റെ സെറ്റ് വർക്ക് നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ. എൻ്റെ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ എൻ്റെ ഒരു ടീം അവിടെ ഇരിക്കുന്നു, അതായത് പടക്കളം ടീം, അപ്പുറത്ത് ആടിൻ്റെ ടീം, ഇപ്പുറത്ത് എൻ്റെ സീൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ആ ഒരു മിനിറ്റിൽ കണ്ണടച്ചിട്ട് ഞാൻ ഇന്നൊരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുന്നു. പ്രിപ്പറേഷൻ ഇല്ല. എങ്ങനെ മാനേജ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അതായത് 8-ാം തീയതി പടക്കളം റിലീസ്. ഞാൻ അതിന് മുമ്പ് 15 ദിവസമായിട്ട് വാഴ 2-ൽ അഭിനയിക്കുന്നു. അതിൻ്റെ തലേന്നും അഭിനയിക്കുന്നു, അതിൻ്റെ ശേഷം അഭിനയിക്കുന്നു. അതിങ്ങനെ കൃത്യം ഒരാഴ്ച കഴിയുമ്പം നമ്മുടെ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് 1.5 മാസം 2 മാസം മുമ്പേ സെറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പൂജ നടത്തണം, ഇതിൻ്റെ പരിപാടി നടക്കുന്നു, അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടഫ് ഫോർ മീ. ബട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒന്ന് തണുത്തു. ലൈക്ക് ഇപ്പം ഒരു വെൽക്കം ബ്രേക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, പടക്കളം സെറ്റിലായി, ആഴ ഷൂട്ട് കഴിഞ്ഞു, ആടിൻ്റെ ഫുട്ടേജ്. പ്രോസസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണല്ലോ ഭയങ്കര. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയോ ഇത് നടക്കണില്ല എന്ന് തോന്നും, പക്ഷേ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യും. അതാ പറഞ്ഞു. ഇപ്പോൾ ആലോചിക്കുമ്പം നല്ല രസമായിരുന്നല്ലോ, ഒന്നും കൂടെ അതിലൂടെ. നമ്മൾ ഈ തീം പാർക്കിലൊക്കെ പോകുമ്പോൾ മറ്റേ റൈഡിൽ കയറി അതിൻ്റെ മേളിൽ കയറുമ്പോൾ നമ്മൾ കൂലേ, പക്ഷെ തിരിച്ചിറങ്ങി വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നല്ലോ. അത് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണല്ലേ? സമയം കിട്ടാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ പോകണം എന്ന് ആഗ്രഹിച്ചൊരു പ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള പല സ്ഥലത്തും പോയി. ലണ്ടൻ ഒക്കെ എനിക്ക് കുറേ കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷമൊക്കെ പോയി കുറേ ദിവസം നിൽക്കാൻ പറ്റി, ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രാൻസിൽ പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. എനിക്ക് ആംസ്റ്റർഡാം പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ലാസ്റ്റ് ടൈം ജർമ്മനിയിൽ പോയപ്പോൾ ആംസ്റ്റർഡാം പോകാനായിട്ടുള്ള ഇത് കിട്ടി. പക്ഷേ ജർമ്മൻ വിസ കിട്ടിയ നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരുന്നു. അപ്പോൾ പോയാൽ ഉടനെ തിരിച്ചു വരണം. അപ്പോൾ ഞാൻ പിന്നെ അത്ര ഷോർട്ട് വിസിറ്റിൽ ഞാൻ പോണില്ല, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഇനി അടുത്ത ഹോളിഡേയിൽ മോണ വിസിറ്റ് ആംസ്റ്റർഡാം. ഇപ്പോൾ വിജയ് ബാബുവിനെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ്, ഫിലിമിലെ ഡയലോഗ് കോളർ ട്യൂണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് ഡയലോഗ് ആയിരിക്കും ചൂസ് ചെയ്യുക? ഡയലോഗല്ല, ഞാൻ ഷർബത് ഷമീറിൻ്റെ പാട്ടേ ഇടുള്ളൂ. അതാണ് എനിക്ക് ആ ക്യാരക്ടർ ഒരിക്കലും ഞാനല്ല. ഇപ്പം സൂര്യ ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാനേ അല്ല ആ ക്യാരക്ടർ. അപ്പോൾ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു.
ചെറിയ പിള്ളേരടക്കം ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സർബത്ത് ഷമീർ. അത് ഇച്ചിരി ലൗഡാണല്ലോ, അതായത് ഒരു ഇച്ചിരി ഒരുപാട് കടകൾക്കൊക്കെ പിന്നീട് പേര് വന്നു സർബത്ത് ഷമീർ. അതെ, ഞാൻ അത്ര ലൗഡായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഇപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം. അപ്പം അതിൽ അപ്പോൾ ആ ക്യാരക്ടറിനെ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന്, പക്ഷേ എനിക്കത് ചെയ്ത് കഴിഞ്ഞിട്ടും പേടിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമയിൽ ബില്ലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തു. അപ്പോൾ അത് ഡബിൾ ബാരൽ വേറൊരു കൈൻഡ് ഓഫ് ഫിലിം ആയിരുന്നു. അതെ, അപ്പോൾ അതിൽ ബില്ലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആടിലേക്ക് വരുന്നത്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ സർബത്ത് ഷമീർ, അപ്പോൾ ആ ഡബിൾ ബാരലിലെ ക്യാരക്ടർ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെള്ള മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബില്ലിപ്പൂച്ച, അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം ഈ ഫ്രണ്ട് പാർട്ട് എടുത്തു കളഞ്ഞിട്ട് ആണ് വിഗ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ മുടിയില്ലാതെയാണ് ഞാൻ ആടിലേക്ക് വന്നത്. അപ്പം എന്നെ ഇങ്ങനെ ഇത് അങ്ങനെയാണ് ആ ഒരു പാച്ച് വെക്കുന്നത്. ആ സൽമാൻ ഖാൻ്റെ ഒരു പാച്ച് വെച്ചിട്ടാണ് ആ സാധനം അഭിനയിച്ചത്. പക്ഷേ ആ സാധനവും അതിനകത്ത് വർക്കായി. അപ്പോൾ അതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴും എനിക്ക് പേടി. പക്ഷെ പതുക്കെ നമ്മളല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇപ്പം അത് എനിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ആ ക്യാരക്ടർ കോമഡി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കോമഡിയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രയും ലൗഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനകത്ത് പാടാൻ ഭയങ്കര ഒരു എസ്റ്റാബ്ലിഷ് വലിയ ആക്ടേഴ്സിനൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടാൻ ഭയങ്കര എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പല പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആസ് എ പ്രൊഡ്യൂസർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പെട്ടെന്നായിരിക്കും പോയിട്ടിരുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോയി അത് ചെയ്യുന്നു വരുന്നു. പിന്നെ അത് ഓക്കെ വർക്കായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഈ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ എപ്പോഴും ഒരു ജേർണി വിട്ട് അവസാനിക്കുമ്പോൾ ഒരു ലെഗസി എന്ന് പറയുന്നൊരു സാധനം അവിടെ വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പം അതൊരു ഹെഡ്ലൈൻ മാറ്റർ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ വിജയ് ബാബു ഇപ്പം ഞാനൊരു സിനിമ പ്രൊഡ്യൂസറും ആക്ടറുമാണ് അല്ലേ. നാളെ ചിലപ്പം എനിക്കത് ബോറടിച്ചാൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തേക്കാം. അപ്പോൾ അന്നന്ന് നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ടെലിവിഷനിലായിരുന്നു. ടെലിവിഷനിൽ ഞാൻ എൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ആരും ചെയ്യാൻ പറ്റാതിരുന്ന ആ ഏജിൽ അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റാതിരുന്ന പൊസിഷനുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അറ്റ് ദ ഷോർട്ടസ്റ്റ് ടൈം. ഐ ഹാവ് ഡൺ തിങ്സ് വിച്ച് എൻ്റെ ഏജിലുള്ള അല്ലെങ്കിൽ എൻ്റെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മൾ അതിലൊരു മാർക്ക് ഉണ്ടാക്കുക. ഇപ്പം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏക പ്രൊഡക്ഷൻ ഹൗസ്, ഇന്ത്യയിലോ വേൾഡിലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. ഇങ്ങനത്തെ ഉള്ള സിനിമകൾ ഇപ്പം നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ് അവാർഡിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ സിനിമകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കണ്ടൻറ് സിനിമകൾ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ അപ്പോൾ നമ്മളൊരു ലെഗസി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ കൂടുതൽ നല്ല സിനിമകൾ ഇനിയും ചെയ്യുക, ഇനിയും കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവരിക, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിനിമ കൊണ്ടുവരിക, നല്ല ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊണ്ടുവരിക. അത് നമ്മൾ നമ്മൾ ആ പോയിന്റിലെത്തി നമ്മൾ ഇനി ഇതിനകത്തൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഇപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരില്ല. അപ്പോഴാണ് ടെലിവിഷൻ വിടുന്നത്. അപ്പം നമ്മൾ ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും അല്ലേ. ഒരു കൃഷിയൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ കർഷക സ്ത്രീ ആവണം, സക്സസ്ഫുൾ ആവണം. അതിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും നല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൃഷി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കർഷക സ്ത്രീ ആവണം.